ഇൻഫാമിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇൻഫാം അടക്കമുള്ള സഭകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഒന്ന് കർഷകരുടെ പ്രശ്നം, രണ്ട് വന്യജീവി പ്രശ്നം, അതുപോലെ തന്നെ ഈ പുരയിടത്തിന്റെ വിഷയം, ഇതിലെല്ലാം പരിഹാരം കാണാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളൊരു അവകാശവാദം ഇന്നലെ ഇൻഫാമിന്റെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന് അത് സമ്മതിക്കണം. അവരുടെ മുമ്പിൽ പോയി എന്നിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഏത് കർഷകരുടെ പ്രശ്നത്തിനാണ് ഈ ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കിയത്? നെല്ല് സംഭരിക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട്. ഈ പാവപ്പെട്ട കർഷകൻ വയലിൽ കൃഷി ചെയ്ത് അത് ഉണ്ടാക്കുന്നത് കൂടിക്കിടക്കുകയാണ്, നനഞ്ഞുപോയി ഇല്ലേ? കോട്ടയത്തടക്കം ഞങ്ങളെല്ലാവരും വന്നതാണ്. എത്ര സ്ഥലത്താണ്, കുട്ടനാട് ഉൾപ്പെടെ ആ നെല്ല് സംഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. റബ്ബറിൻ്റെ ഈ സപ്പോർട്ട് പ്രൈസ് അത് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ചെറുവിരൽ അനക്കിയില്ല ഈ ഗവൺമെൻറ്. പല സർക്കാരുകളും പല സംസ്ഥാന ഗവൺമെൻറ്റുകളും വിദേശത്തുള്ള പല രാജ്യങ്ങളും പരമ്പരാഗതമായ രീതിയിലും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. കാടിനകത്ത് ബലവൃക്ഷങ്ങൾ നട്ടുവളർത്തിയും ജലാശയങ്ങൾ ഉണ്ടാക്കിയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒന്നും ചെയ്തില്ല. ആന ചവിട്ടിക്കൊന്ന കഷ്ടമായി പോയി എന്നുള്ളൊരു പ്രസ്താവന മാത്രം വനമന്ത്രിയുടെ അടുത്തുനിന്ന് വരും. കടുവ കടിച്ചു വന്ന അത് അതിലും കഷ്ടമായി പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം വരുന്നു. ഇതുവരെ ചെറുവിരൽ പോലും അനക്കാതെ നിസ്സംഗരായിരിക്കുന്ന ഒരു വനം വകുപ്പിനെ മടിയിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇൻഫാമിന്റെ സമ്മേളനത്തിൽ വന്നിത് പറയാനുള്ള അസാമാന്യമായ തൊലിക്കെട്ടിയാണ്. അതെല്ലാം അനുഭവിക്കുന്ന പാവങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, ഈ മലയോരത്ത് പണ്ട് കപ്പയായിരുന്നല്ലോ പ്രധാനം, കിഴങ്ങ് കൃഷിയും. കപ്പ പറ്റില്ല, ചേന പറ്റില്ല, ചേമ്പ് പറ്റില്ല, എല്ലാം പന്നിയെടുത്തുകൊണ്ട് പോകും. വാഴത്തോട്ടം ആന നശിപ്പിച്ചു കളയും. പ്ലാവ് വെട്ടിമാറ്റിയാണ്, ചക്കയുള്ളതുകൊണ്ട് ആന വരുന്നതുകൊണ്ട്. മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരം കയറി കുരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ്. മലയെണ്ണാൻ ഇത് ചെയ്യുവാണ്. ഒരു തരത്തിലും കർഷകരെ ജീവൻ അപകടത്തിലാവുക. കൃഷിസ്ഥലങ്ങൾ മുഴുവൻ തകരുകയാണ്. ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് വെറുതെ വന്ന് മീറ്റിങ്ങിൽ ഇങ്ങനെ പറയാൻ, മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ തിരിച്ച്. അല്ല, അവരും ഇത് ചെയ്യുന്നുണ്ട്, അതായത് സർക്കാർ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നാണ് ഇൻഫാം. അല്ലല്ല, നോ അല്ലല്ല, ഒന്നും പറയില്ല. ഞാൻ അതിന്റെ ഇൻഫാമിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. അവിടെ അവരതല്ല പറഞ്ഞത്. അവരവിടെ വളരെ വ്യക്തമായി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രതിപക്ഷവുമായിട്ടും അവർ ചർച്ച നടത്തി. ഞങ്ങളുടെ മുമ്പിലേക്കും അവർ ഒരുപാട് ഡിമാൻഡുകൾ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിമാൻഡുകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് മാത്രമേ ഉള്ളൂ. സർക്കാരിന് ഈ വിഷയങ്ങളൊക്കെ വിമർശിച്ച ഒരാളാണ് താമരശ്ശേരി രൂപത ബിഷപ്പ്. അദ്ദേഹത്തെ ഇന്നലെ മുഖ്യമന്ത്രി പുകഴ്ത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഈ സഭകളുടെ ഒരു പിന്തുണ പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളല്ലേ, തെരഞ്ഞെടുപ്പല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കമന്റ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവരെല്ലാം അനുഭവിക്കുന്ന ജനവിഭാഗം മുഴുവൻ അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ദുരിതവും അവരുടെ പ്രശ്നങ്ങളും അവർക്കറിയാം. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. ഓരോ വിഭാഗം ജനങ്ങൾ അവരത് കൃത്യമായ തീരുമാനം ആ കാര്യത്തിൽ എടുത്തോളും. ഞങ്ങൾക്ക് അതിൻ്റെ അത് ഒരു കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം ബിഷപ്പിനെ കുറിച്ച് നന്നായി പറഞ്ഞത് നന്നായി. പണ്ട് നികൃഷ്ട ജീവി എന്ന് താമരശ്ശേരി ബിഷപ്പിനെ, ഈ ബിഷപ്പിനെ അല്ല, ഇതിനു മുമ്പുള്ള താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായിയുടെ നാവ് കൊണ്ട് നല്ല വാക്കുകൾ റെമീജിയസ് പിതാവിനെ പറ്റി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ. ആരും ആരെക്കുറിച്ചും നല്ലത് പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേക്കാം. അതിന് ഞാൻ അതിൻ്റെ അകത്തൊരു തെറ്റൊന്നും കണ്ടെത്തുന്നില്ല. നല്ല കാര്യം ഇങ്ങനെ മാറ്റി പറഞ്ഞല്ലോ. പണ്ട് നികൃഷ്ട ജീവി എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇങ്ങനൊരു നല്ല വർത്തമാനം പറഞ്ഞല്ലോ. നല്ല കാര്യം. എല്ലാവരും നല്ലത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, UDF ആഗ്രഹിക്കുന്നത്. ആരും തമ്മിൽ വഴക്കിടരുത്, ആരും തമ്മിൽ പോരുണ്ടാകരുത്, ജാതി മത വിഭാഗങ്ങൾ തമ്മിൽ തല്ലരുത്, എല്ലാവരും യോജിച്ചു പോകണം. അല്ലെ, ആര് യോജിച്ചാലും ഞങ്ങളതിനെ പിന്തുണയ്ക്കും, ആര് പിണങ്ങിയാലും ഞങ്ങൾക്ക് അതിൽ വിഷമവും. അതാണ് ലൈൻ. കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കുവോ? വരട്ടെ. വിജയ സാധ്യതയുള്ള